അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ആൻ ഇൻട്രൊഡക്ഷൻ ടു ഇസ്ലാം സീരീസിലെ 6ാമത്തെ വീഡിയോ ആണിത്. ഇതിനു മുമ്പുള്ള വീഡിയോകളിൽ ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ടെന്നും ആ സൃഷ്ടാവിനെ തിരിച്ചറിയാൻ ഉള്ളൊരു ചായ്വ്, ഇൻക്ലിനേഷൻ, ശുദ്ധ പ്രകൃതി, ഫിത്രയിലാണ് നമ്മൾ ഓരോരുത്തരും ജനിക്കുന്നതെന്നും ആ സൃഷ്ടാവ് വ്യത്യസ്ത കാലഘട്ടത്തിൽ വ്യത്യസ്ത സമൂഹങ്ങളിലേക്ക് നിരവധി പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ടെന്നും ആ പ്രവാചകന്മാരിൽ അവസാനത്തെ നമ്മളിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നും നമ്മൾ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിനു മുമ്പുള്ള പ്രവാചകന്മാർ ഒരു നിശ്ചിത കാലഘട്ടത്തിലേക്ക് നിയോഗിക്കപ്പെട്ടതാണ് എന്നതുകൊണ്ട് തന്നെ അവരുടെ അധ്യാപനങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതില്ല എന്നും, എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകാവസാനം വരെയുള്ള സകല മനുഷ്യരിലേക്കും നിയോഗിക്കപ്പെട്ടതാണ് എന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അധ്യാപനങ്ങൾ എക്കാലഘട്ടത്തിലേക്കും സംരക്ഷിക്കപ്പെടണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ നമ്മളിലേക്ക് എത്തുന്ന സ്രോതസ്സുകൾ ഏതൊക്കെയാണ്, അത് എങ്ങനെയൊക്കെയാണ് സംരക്ഷിക്കപ്പെടുന്നത് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിടവാങ്ങൽ പ്രസംഗത്തിൽ, ഹത്തുൽ വിദായിൽ വെച്ച് നടത്തിയ അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നതായി കാണാം, നിങ്ങൾക്ക് ഞാൻ 2 കാര്യങ്ങളാണ് വിട്ടേച്ചു പോകുന്നത്. അത് നിങ്ങൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ നിങ്ങൾ വഴിപിഴച്ചു പോവുകയില്ല. ഒന്ന് അള്ളാഹുവിൻ്റെ കിതാബാണ് അഥവാ ഖുർആൻ. മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ അഥവാ സുന്നത്ത്. എന്താണ് ഖുർആൻ? ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ട അള്ളാഹുവിൻ്റെ കലാമാണ്. അള്ളാഹു ലിറ്ററലി സംസാരിച്ച വാക്കുകളാണ് അവ. അള്ളാഹു സംസാരിച്ച എല്ലാ വാക്കുകളും ഖുർആനല്ല, എന്നാൽ ഖുർആനിലെ എല്ലാ വചനങ്ങളും അള്ളാഹുവിൻ്റെ വാക്കുകളാണ്. ഉദാഹരണത്തിന് ഹദീസ് ഖുദ്സി, അള്ളാഹു പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ വാക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉദ്ധരിക്കുന്ന ഹദീസുകളാണ് ഹദീസ് ഖുദ്സി എന്ന് പറയുന്നത്. ഹദീസ് ഖുദ്സി ഖുർആനിനെ പോലെ തന്നെ അള്ളാഹു പറഞ്ഞത് വേർഡ് ബൈ വേർഡ്, വെർബറ്റം ആണ് എന്നും, അതല്ല അള്ളാഹു പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പാരഫ്രൈസ് ചെയ്തതാണ് എന്നും പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ട്. ഇനി വെർബറ്റമാണ് എന്നുള്ള അഭിപ്രായം എടുത്താൽ തന്നെ ഹദീസ് ഖുദ്സി ഒരിക്കലും ഖുർആനിൻ്റെ ഭാഗമല്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു സംസാരിച്ച എല്ലാ വാക്കുകളും ഖുർആനല്ല, എന്നാൽ ഖുർആനിലുള്ള എല്ലാ വചനങ്ങളും അള്ളാഹുവിൻ്റെ വാക്കുകളാണ്. അതേപോലെ ഖുർആൻ അള്ളാഹുവിൻ്റെ വെർബറ്റം, വേർഡ് ബൈ വേർഡ്, വേർഡ് ഫോർ വേർഡ് സംസാരമാണ്. രണ്ടാമതായി, ഖുർആൻ സ്പർശിക്കണമെങ്കിൽ നമുക്ക് റിച്വൽ പ്യൂരിറ്റി വേണം. അതായത് ചില പ്രത്യേക ഇൻസ്ട്രക്ഷൻസ് വെച്ചുകൊണ്ട് റിച്വലി പ്യൂർ ആവുകയാണെങ്കിൽ മാത്രം, അബ്ലൂഷനിലൂടെ വുളു എടുത്തുകൊണ്ടോ അതല്ലെങ്കിൽ ഊസിൽ കുളിച്ചുകൊണ്ടോ പ്രത്യേകമായി ശുദ്ധീകരിക്കുകയാണ് എങ്കിൽ മാത്രമാണ് ഖുർആൻ സ്പർശിക്കാനും വായിക്കാനും കഴിയുള്ളൂ. ഹദീസിന് ഇത് ബാധകമല്ല. അതേപോലെ പഠനാവശ്യങ്ങൾക്ക് വേണ്ടി ഖുർആൻ പാരായണം ചെയ്യുന്നതിനും ഹദീസ് പഠിക്കുന്നതിനൊക്കെ പുണ്യമുണ്ട്. പക്ഷേ പഠനാവശ്യങ്ങൾക്ക് വേണ്ടി അല്ലാതെ കേവലം പാരായണം എന്ന രീതിയിൽ പാരായണം ചെയ്യുന്നതിന് ഖുർആനിന് പ്രത്യേക പുണ്യമുണ്ട്. ഇത് ഹദീസിന് ബാധകമല്ല. അതേപോലെ നമസ്കാരത്തിൽ ഖുർആൻ പാരായണം ചെയ്യേണ്ടതുണ്ട്. അവിടെ ഹദീസ് പാരായണം ചെയ്യാൻ പറ്റില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രവാചകത്വം ലഭിക്കുന്നത് 40ാമത്തെ വയസ്സിലാണ്. അദ്ദേഹം മരണപ്പെടുന്നത് 63ാമത്തെ വയസ്സിലാണ്. ഈ നീണ്ട 23 വർഷക്കാലം വിമർശകർക്ക് മറുപടി നൽകിയും അവരെ വെല്ലുവിളിച്ചും മുസ്ലിങ്ങളെ ആശ്വസിപ്പിച്ചും അവർക്ക് നിർദ്ദേശങ്ങൾ നൽകിയും അവരുമായി സംവദിച്ചുകൊണ്ട് ഘട്ടം ഘട്ടമായിട്ടാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഖുർആൻ ഒരൊറ്റ ബുക്കായിട്ടല്ല അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ 13 വർഷത്തോളം പ്രബോധനം നടത്തുകയും പിന്നീട് അദ്ദേഹം മദീനയിലേക്ക് പോവുകയും അവിടെ 10 വർഷത്തോളം പ്രബോധനം നടത്തുകയുമാണ് ചെയ്തിട്ടുള്ളത്. ഈ 13 വർഷം കാലഘട്ടത്തിൽ അവതരിപ്പിക്കപ്പെട്ട ഖുർആനെ ഖുർആൻ എന്നും മക്കി സുറാസ് എന്നും, അതിനുശേഷം അവതരിക്കപ്പെട്ട ഹിജറയ്ക്ക് ശേഷം മദീനയിലേക്ക് ഹിജറ ചെയ്തതിന് ശേഷം പാലായനം ചെയ്തതിന് ശേഷം അവതരിപ്പിക്കപ്പെട്ട സൂറത്തിനെ മദനി സൂറ എന്നും വിളിക്കും. ശ്രദ്ധിക്കുക, മക്കയിൽ അവതരിച്ച സൂറത്തല്ല മക്കി സൂറ. മക്കയിലാണെങ്കിലും മക്കയ്ക്ക് പുറത്താണെങ്കിലും ഈവൻ മദീനയിൽ അവതരിക്കപ്പെട്ടതാണെങ്കിൽ പോലും മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ച ആ 13 വർഷ കാലഘട്ടത്തിലാണ് എങ്കിൽ അത് മക്കി സൂറയാണ്. ഇതേപോലെ തന്നെ ഹിജറയ്ക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ താമസിച്ച സമയത്ത് മദീനക്കകത്താണെങ്കിലും മദീനക്ക് പുറത്താണെങ്കിലും ഈവൻ മക്കയിലാണെങ്കിലും അവതരിപ്പിക്കപ്പെട്ട സൂറ മദനി സൂറയാണ്. ഖുർആൻ മുത്തവാതിറായിട്ടാണ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. എന്താണ് മുത്തവാതിർ എന്നുള്ളത് നമ്മൾ പിന്നീട് വിശദീകരിക്കും. ഖുർആൻ 7 അഹ്റഫുകളിലായിട്ടാണ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഖുർആൻ വ്യത്യസ്ത പാരായണ രീതികളിലാണ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഉദാഹരണത്തിന് ഫാത്തിഹയിൽ മാലിക് യൗമിദ്ദീൻ എന്നും മലിക് യൗമിദ്ദീൻ എന്നുള്ള 2 പ്രയോഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും.
ഒന്നിൻ്റെ അർത്ഥം രാജാവെന്നും മറ്റേത് ഉടമസ്ഥനെന്നുമാണ്. ഇങ്ങനെ വ്യത്യസ്ത രീതികളിലാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടുള്ളത്. ഈ വ്യത്യസ്ത രീതികളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ്. മറ്റു പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഗ്രന്ഥങ്ങൾ ലഭിച്ചിട്ടുണ്ട്, വഹി ലഭിച്ചിട്ടുണ്ട്. ഈ വഹി ശരിയാണ്, സത്യമാണ് എന്ന് മനസ്സിലാക്കാൻ അവർക്ക് മറ്റു അത്ഭുതങ്ങളും ലഭിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് മൂസാ നബി അലൈഹി ഇസ്ലാമിന് വടി നിലത്തിടുമ്പോൾ പാമ്പാവുന്ന അത്ഭുതം, അതേപോലെ ഈസാ നബി അലൈഹി ഇസ്ലാമിന് അന്ധനെ സുഖപ്പെടുത്തുക എന്ന അത്ഭുതം, അങ്ങനെ പല അത്ഭുതങ്ങളും ലഭിച്ചിട്ടുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആനു പുറമെ ഒരുപാട് അത്ഭുതങ്ങൾ ഉണ്ടായിരുന്നു. ചന്ദ്രനെ പിളർത്തുക പോലെയുള്ള ഒരുപാട് അത്ഭുതങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് ഖുർആനാണ്. മറ്റു പ്രവാചകന്മാർക്ക് അവരുടെ വഹി തന്നെ അത്ഭുതമല്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷയത്തിൽ അദ്ദേഹത്തിന് ലഭിച്ച വഹി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ മുഅ്ജിസത്ത്, അത്ഭുതം. അദ്ദേഹം ദൈവത്തിലുള്ള യഥാർത്ഥ പ്രവാചകനാണ് എന്ന് ബോധ്യപ്പെടുത്താനുള്ള ഏറ്റവും നല്ല മാർഗവും അത് തന്നെയാണ്. ഇതിന് വേറൊരു പോസിബിൾ റീസൺ കൂടിയുണ്ട്. കാരണം മറ്റു പ്രവാചകന്മാരുടെ ഇപ്പം വടി നിലത്തിടുക, പാമ്പാവുക എന്നുള്ളത് ആ ഒരു പർട്ടിക്കുലർ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ മാത്രമാണ് സാക്ഷിയാവുന്നത്. പിന്നീട് അവർ പറഞ്ഞിട്ട് വേറൊരാൾ കേൾക്കുകയാണ്, ആൾ പറഞ്ഞിട്ട് വേറൊരാൾ കേൾക്കുകയാണ്. അപ്പം സ്വാഭാവികമായും ജനറേഷൻ കൂടുന്നതിനനുസരിച്ച് അതിലുള്ള വിശ്വാസ്യത കുറയാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഖുർആനിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം കാലഘട്ടത്തിലേക്കുമുള്ള പ്രവാചകനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അത്ഭുതം എന്ന് പറയുന്നത് ഇന്നും നമുക്ക് നേർക്ക് നേരെ കാണാൻ പറ്റുന്ന ഒന്നാണ്. വേറൊരാളുടെ ടെസ്റ്റിമണിയുടെ അടിസ്ഥാനത്തിൽ വിശ്വസിക്കേണ്ട ആവശ്യമില്ലാത്ത രീതിയിൽ ഇന്നും നേർക്ക് നേരെ നമുക്ക് കാണാൻ കഴിയുന്ന ഒന്നാണ്. എന്താണ് ഹദീസ്, അല്ലെങ്കിൽ എന്താണ് സുന്നത്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവൃത്തികൾ, അദ്ദേഹം ഇസ്ലാമിൻ്റെ നിർദ്ദേശങ്ങളും കൽപ്പനകളുമൊക്കെ എങ്ങനെയാണ് ജീവിച്ച് കാണിച്ചു തന്നത്, അതേപോലെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, അദ്ദേഹത്തിൻ്റെ കൽപ്പനകളാവാം, നിർദ്ദേശങ്ങളാവാം, ഉപദേശങ്ങളാവാം, അതേപോലെ അദ്ദേഹത്തിൻ്റെ മൗനാനുവാദങ്ങൾ, ഇതിൻ്റെ എല്ലാം റെക്കോർഡാണ് ഹദീസ് അല്ലെങ്കിൽ സുന്നത്ത് എന്ന് പറയുന്നത്. ഹദീസിൽ പറയുന്ന ആശയം ഖുർആനിനെ പോലെ തന്നെ അള്ളാഹുവിൽ നിന്ന് വരുന്ന വഹിയുടെ അടിസ്ഥാനത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറയുന്നത്. എന്നാൽ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പറയുന്ന വാക്കുകൾ അതേപോലെ വേർഡ് ഫോർ വേർഡ് വെർബറ്റം ആണ് നമ്മൾ കേൾക്കുന്നതെങ്കിൽ, ഹദീസിൻ്റെ വിഷയത്തിലേക്ക് വരുമ്പോൾ അള്ളാഹു പറയുന്ന ആശയം മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. ഒരു ഹദീസ് സഹീഹാണ് എന്ന് പരിശോധിക്കാൻ ഒരുപാട് നിബന്ധനകളുണ്ട്. ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തുന്ന കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ചെയിൻ വേണം. അതായത് ഇപ്പോൾ സഹീഹ് ബുഖാരിയിൽ ഒരു ഹദീസ് ഉണ്ടെങ്കിൽ ഇമാം ബുഖാരി അത് ആരിൽ നിന്ന് കേട്ടു, ആ വ്യക്തി ആരിൽ നിന്ന് കേട്ടു, ആ വ്യക്തി ആരിൽ നിന്ന് കേട്ടു, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തുന്ന ഒരു ചെയിൻ ആവശ്യമുണ്ട്. ആ ചെയിനുള്ള എല്ലാവരും സത്യസന്ധരായിരിക്കണം. ആ ചെയിനുള്ള എല്ലാവരും നല്ല മെമ്മറിയുള്ള, ഓർമ്മശക്തിയുള്ള ആളുകളായിരിക്കണം. അതേപോലെ പ്രിസൈസ് ആയിട്ട് കാര്യങ്ങൾ പറയുന്ന ആളുകളായിരിക്കണം. അതേപോലെ അവർ പറയുന്ന ഹദീസുകളും ആശയങ്ങളും മറ്റു സഹീഹായ ഹദീസുകളോട് അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ സഹീഹായ ഹദീസുകളോടോ ഖുർആനിനോടോ ഒന്നും വിയോജിപ്പുണ്ടാവാൻ, കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ പാടില്ല. ഇങ്ങനെ സഹീഹായ ഹദീസുകളുണ്ട്. ചെറിയ രീതിയിൽ ന്യൂനതയുള്ള ഹദീസുകളെ നമ്മൾ ഹസൻ എന്ന് വിളിക്കും. ഇതേപോലെ സഹീഹായ ഒരു ചെയിൻ അല്ലാതെ മൾട്ടിപ്പിൾ ചെയിൻസ് ഉണ്ടെങ്കിൽ നമ്മളതിനെ മുത്തവാത്തിർ എന്ന് വിളിക്കും. ഖുർആൻ മുത്തവാത്തിറാണ്. ഖുർആനിന് മാനുസ്ക്രിപ്റ്റ്സ് എവിഡൻസുകളുണ്ട്. അതിന് പുറമെ ഖുർആനികൻ്റെ എല്ലാ വചനങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നമ്മളിലേക്ക് ഒന്നിലധികം ചെയിനിലൂടെ നെറേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഖുർആൻ ഒന്നിലധികം സഹീഹായ ചെയിനിലൂടെ നെറേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഖുർആൻ മുത്തവാത്തിറാണ്. അതേപോലെ ഈ നിബന്ധനകൾ പാലിക്കാത്ത ഹദീസുകളെ നമുക്ക് ലഈഫ് എന്ന് വിളിക്കാം. അതേപോലെ ഈ ചെയിനിൽ ഏതെങ്കിലും രീതിയിൽ നുണ പറയുന്ന ഒരാളുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഫാബ്രിക്കേറ്റഡ് ഹദീസ് അല്ലെങ്കിൽ മഅദൂ എന്ന് വിളിക്കാം. അതേപോലെ ഹദീസ് ഖുദ്സി ഉണ്ട്, അതേപോലെ മുർസൽ ആയുള്ള ഹദീസ് ഉണ്ട്, ഗരീബായ ഹദീസ് ഉണ്ട്, ഖബറാഹാദ് ആയിട്ടുള്ള ഹദീസ് ഉണ്ട്, മുൻകറായിട്ടുള്ള ഹദീസ് ഉണ്ട്, മുത്തറബായിട്ടുള്ള ഹദീസ് ഉണ്ട്, മഅഖൂഫ് ആയിട്ടുള്ള ഹദീസ് ഉണ്ട്, മർഫൂ ആയിട്ടുള്ള ഹദീസ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ലോകത്ത് ഒരു മനുഷ്യൻ്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാതെ മറ്റൊരു മനുഷ്യൻ്റെയും ജീവിതം ഇത്ര കൃത്യമായി, ഇത്ര സൂക്ഷ്മമായി, ഇത്ര ഡീറ്റെയിൽ ആയിട്ട്, ഇത്രയും റിഗ്രസ് ആയിട്ടുള്ള ഒരു മെത്തഡോളജിയിലൂടെ സംരക്ഷിക്കപ്പെട്ടിട്ടില്ല. ഇസ്ലാം ശരിയാണ് അല്ലെങ്കിൽ ഇസ്ലാം ദൈവത്തിലുള്ളതാണ് എന്നതിൻ്റെ ഒരുപാട് തെളിവുകളിലൊരു തെളിവാണ് ഇത്രയും സൂക്ഷ്മവും കൃത്യവുമായി ഇത്രയും റിഗ്രസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ഇത്ര ഡീറ്റെയിൽ ആയിട്ട് സംരക്ഷിക്കപ്പെട്ടു എന്നുള്ളത്. വീഡിയോയിൽ ഇസ്ലാമിലെ സാൽവേഷൻ അഥവാ മോക്ഷം ഇവയെക്കുറിച്ച് ഫാദി സംസാരിക്കുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.